മദ്രാസ് TPM-കാരുടെ കൺവെൻഷന് പോയെന്ന് കാണണം. ലക്ഷക്കണക്കിന് ആൾക്കാരാ ഒരു രാത്രി കഴിക്കുന്നത്. ലക്ഷക്കണക്കിന്. ഒരലമ്പാകട്ടെ, ബഹളമാകട്ടെ, സ്വൈര്യക്കേടാകട്ടെ, പ്രശ്നമാകട്ടെ, ഒന്നുമില്ല, പിരിവുമില്ല. ഇല്ലെന്ന്. ഇതൊന്നും പോയി കാണുകയും കേൾക്കുകയും ചെയ്യത്തില്ലല്ലോ. നമ്മളാകണം നമ്മൾ തന്നെ പൊട്ടക്കുളത്തിൽ പുളകം പണിയും തരൻ. നിങ്ങൾ പോയെന്ന് കാണേ. ലക്ഷക്കണക്കിന് ആൾക്കാരാ. ഞാൻ ഒരിക്കലും കൺവെൻഷന് ചെന്നപ്പം നമുക്ക് വേണ്ടപ്പെട്ടൊരു പ്രധാന മൂപ്പന അതിൻ്റെ ചുമതല. അപ്പം ഞാനവിടെ ചെന്നു. മുട്ടുസൂചി ഇട്ടാ അറിയാം. അത് ലക്ഷക്കണക്കിന് ആൾക്കാരാ. 1000 10,000 ഒന്നുമല്ല, ലക്ഷങ്ങൾ. അപ്പം ഞങ്ങളവിടെ നിൽക്കുമ്പം വേറൊരാൾ വന്ന് കാര്യം പറഞ്ഞപ്പോൾ ഈ പ്രധാന മൂപ്പനോട് മറ്റേ പുള്ളി ചോദിച്ചു, എല്ലാവരും കഴിച്ചോ? ഏറെക്കുറെ കഴിച്ചു തീർന്നു. അപ്പം അവരുടെ രീതികളൊക്കെ പ്രത്യേക. അപ്പം എത്ര പേരായി? അപ്പം പുള്ളി പറഞ്ഞു, ഇന്ന് ഒരു 1,95,000 പേര് കഴിച്ചെന്ന്. നിങ്ങളെന്നെ ഞെട്ടാത്ത? നമുക്ക് 5,000 പേര് കഴിക്കുമ്പോഴേ ബഹളത്തിൻ്റെ എന്തോ അലപ്പറയാ. കൂടെ നമ്മൾ അങ്ങോട്ട് പോകാനും വല്ല പൊടിയെല്ലാം പറന്നാകെ ഉടനെ നമ്മൾ മൈക്കോട്ട് പറയും, ആരും എഴുന്നേക്കരുത്, ഗേറ്റ് അടച്ചിട്ടിരിക്കുക. നിങ്ങൾ ഈ ലോകത്തിലൊന്നും അല്ലേ? അപ്പം ഞാൻ നിൽക്കുമ്പോഴാണ് വന്നത്, 1,95,000 പേര് ഇന്ന് കഴിച്ചു, നാളെ ആള് കൂടുവന്ന്. പിരിവുമില്ല, ബഹളവുമില്ല, അലപ്പറയില്ല. 2-3 പ്രാവശ്യം സ്വോത്രകാഴ്ചയില്ല. എൻ്റെ കാരണം എന്നാന്ന് പറയാം, മുട്ടയിലിരിക്കുക. അത് ഒരാളല്ലിരിക്കുന്നത്. അതുകൂടെ പറയാം. ഇതൊക്കെ നമ്മുടെ ആൾക്കാർക്ക് ഇത് കേൾക്കുന്ന ഇഷ്ടമല്ല. ലോകത്തുള്ള സകല TPM-കാരും വെളുപ്പിനെ 4 മുതൽ മുട്ടയിലിരിക്കുക. എല്ലാ പെയ്ത്തോമിലും. സെൻറ്ററിലൊക്കെ ആണെങ്കിൽ 3 മണിക്കേ ഇരിക്കും. ആൾ കൂടുതലുള്ളത് കൊണ്ട് പേര് പറഞ്ഞ് സ്വോത്രം ചെയ്യണം. ലോക്കൽ 4 മണിക്കാ മിക്കയിടത്തും. എവിടെല്ലാം TPM സഭകളുണ്ടോ അവിടെയുള്ള സകല പെയ്ത്തോമിലും ഒരേ സമയത്താ പ്രാർത്ഥന. നമ്മുടെ മിക്ക പെയ്ത്തോമിലും പ്രാർത്ഥനയുണ്ടോ എന്നുള്ളത് തന്നെ 4 പോയിട്ട് 5 പോലും എല്ലാവരുടെയും കാര്യമല്ല. ഇപ്പം നിങ്ങൾ ചിന്തിക്കുക, ഈ വയ്യാവേലിനെ ആരാ ഇവിടെ കൊണ്ടുവന്നാൽ? ദൈവത്തിന് മഹത്വം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്ന ഇഷ്ടമല്ല. ഞാൻ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലും വചനത്തിൻ്റെ അടിസ്ഥാനത്തിലും പറയാം, നീ മുഴങ്കാലും മേലിരിക്കണം. നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമുണ്ട്. ഏലിയാവിനോട് പറഞ്ഞില്ല, നീ പോയി ആഹാരം തേടണം, നീ അവിടെ ഇരുന്നാൽ മതി. ഞാൻ കാക്കയോട് പറഞ്ഞിട്ടുണ്ട്. കാക്ക അതുകൊണ്ട് എവിടെ നിന്നാണെന്ന് നീ കയറി തിരക്കണ്ട, തക്ക സമയത്ത് കാക്ക ഇവിടെ ഭക്ഷണപാനീയമില്ലാതെ അലഞ്ഞിടുമ്പോൾ ശക്തിമാന്മാരുടെ നല്ല ഭോജനമേകും. ഭക്ഷണപാനീയമില്ലാതെ അലഞ്ഞിടുമ്പോൾ ശക്തിമാന്മാരുടെ നല്ല ഭോജനമേകും. തൃക്കൈയൊന്നു തുറക്കുമ്പോൾ സർവ ജീവജാലങ്ങൾക്കും തൃക്കൈയൊന്നു തുറക്കുമ്പോൾ സർവജീവജാലങ്ങൾക്കും തൃപ്തി വരുത്തുന്ന പരിപാലകനല്ലോ. തൃപ്തി വരുത്തുന്ന പരിപാലകനല്ലോ. ഞാൻ നിന്നെ ഒരു നാളും അനാഥനായി വിടുകില്ലെന്നരുളിയ കരുണാനിധേ. ഞാൻ നിന്നെ ഒരു നാളും അനാഥനായി വിടുകില്ലെന്നരുളിയ കരുണാനിധേ. എൻ കാരം പിടിച്ചനുദിന മരുഭൂവിൽ നടത്താമെന്നുരച്ചവൻ ഒരു നാളും മറക്കുകയില്ല. എൻ കാരം പിടിച്ചനുദിന മരുഭൂവിൽ നടത്താമൻ ഉരച്ചവൻ ഒരു നാളും മറക്കുകയില്ല. കരമുയർത്തി